ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ആൺകുട്ടികൾക്ക് എങ്ങനെ ഷർട്ട് തയ്ക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളൊരു കാര്യമാണ് ആൺകുട്ടികൾക്ക് ഷർട്ട് തയ്ക്കുന്നത്. ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അതിന് ഈസി മെത്തേഡാണ് കാണിക്കുന്നത്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനേക്കാളും 1.5 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് നമ്മൾ അടയാളപ്പെടുത്താം. ഇത് ചെറിയ കുട്ടികൾക്കുള്ളതാണ്. അതായത് ഒരു 7-8 വയസ്സ് അല്ലെങ്കിൽ 6-7 ആ ഒരു വയസ്സിലുള്ള കുട്ടികൾക്ക്, വല്ലാതെ തടിയും വലിപ്പമൊന്നും ഇല്ലാത്ത കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഷോൾഡർ ഞാനിവിടെ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ ചെസ്റ്റ് ഷേപ്പ് ആ ഭാഗങ്ങളൊക്കെ 8, 7.25, താഴെ ഭാഗം 8, അത്രയാണ് എടുക്കുന്നത്. ഇത് അടയാളപ്പെടുത്തുന്നത് നമുക്ക് ബട്ടൺ ഹോളും ബട്ടണും തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് നമ്മൾ വിടുത്തെടുത്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ചെയ്ത് കൊടുക്കാം. ഷോൾഡർ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ആം ഹോളിൻ്റെ അവിടെ താഴോട്ട് 5 ഇഞ്ച് അടയാളപ്പെടുത്തുക കേട്ടോ. ഷോൾഡർ സ്ലോപ്പ് 1 ഇഞ്ച്. പിന്നെ നെക്ക് വിടുത്ത് 2 ഇഞ്ച്. നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ട് ഭാഗത്താണ് കേട്ടോ പറയണത്. നെക്കിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ച് എന്നിവ അടയാളപ്പെടുത്തിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ആം ഹോളിൻ്റെ അളവാണ്. നെക്കിൻ്റെ വിടുത്ത് 2 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ലെങ്ത്ത് 2.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി അതിലോട്ട് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. ആം ഹോൾ എടുത്തുകൊണ്ട് ആം ഹോളിൻ്റെ ആ ഒരു കർവ് സ്കെയിൽ എടുത്തിട്ട് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഇത് 6.5 ഇഞ്ചാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയാണ് 1 ഇഞ്ച് കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 5 ഇഞ്ചിലോട്ട് ഇങ്ങോട്ട് താഴോട്ടും ഒരു വര വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റിൻ്റെ വിടുത്താണ് വേണ്ടത്. എനിക്ക് വേണ്ടത് ഇവിടെ 8 ഇഞ്ചാണ്. ഞാൻ 8 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ വിടുത്ത്. അപ്പം നമ്മളിതൊക്കെ ആ ബട്ടൺ ഹോളിൻ്റെ അവിടെ നിന്ന് വേണം കേട്ടോ അളവെടുക്കാൻ. നമ്മൾ ആ 1.5 ഇഞ്ച് വിട്ടില്ലേ, അവിടെ നിന്ന് വേണം കേട്ടോ. പിന്നെ അതുപോലെ സെൻറ്റർ അടയാളപ്പെടുത്തുക. അതായത് ആം ഹോളിൻ്റെ താഴെ ഭാഗത്തു നിന്നും കൂടെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് അതായിരിക്കും നമ്മുടെ ഷേപ്പ്. ആ ഷേപ്പ് എത്രയാണോ എന്നുള്ളത് നോക്കുക. 8 ഇഞ്ചാണ് ചെസ്റ്റ് എടുത്തിട്ടുള്ളത്. താഴെ ഭാഗത്തും 8 ഇഞ്ച്. അപ്പോൾ ഇവിടെ 7.25 കേട്ടോ ഷേപ്പ് എടുത്തിട്ടുള്ളത്. ഇനി അടയാളപ്പെടുത്തിയിലൂടെ ഒരു സ്കെയിൽ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ആ ഒരു അളവിൽ ഇങ്ങനെ കർവ് ചെയ്തിട്ട് അങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഫ്രണ്ട് ബോഡി പാർട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആം ഹോളിൻ്റെ അവിടെ ഒരു ചെറിയൊരു കർവ് വരച്ചു കൊടുക്കണം കേട്ടോ. അത് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വരച്ചു കൊടുത്താൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഇത് കഴിഞ്ഞു. അതുപോലെ താഴെ ഭാഗത്ത് ഒന്ന് കയറ്റിയിട്ട് ഒന്ന് വെട്ടുന്നുണ്ട്. അത് 1 ഇഞ്ച് ഇതാക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഫിനിഷായി. ഇനി അത് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്നത്. അളവൊക്കെ കൃത്യമായെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ഇനി അതിൻ്റെ മേലെ തന്നെ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈസിയാണ്, വളരെ ഈസി ആയിട്ടുള്ളതാണ്. അത് ഈ ഒരു അളവ് മാത്രം പഠിച്ചാൽ മതി. 6.5 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത്. അതായത് ആൺകുട്ടികളുടെ ഷർട്ടാവുമ്പോൾ കുറച്ച് നമുക്കിപ്പോൾ സാധാരണ ഒരു 6 ഇഞ്ചാണ് ഷോൾഡർ എടുക്കണമെങ്കിൽ 6.5 ഇഞ്ച് ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് എടുക്കുക. എങ്കിൽ മാത്രമേ അവിടെ ടൈറ്റ് ഇല്ലാതെ നിൽക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഷോൾഡർ ടൈറ്റായിട്ട് നിൽക്കും. നെക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മറ്റേ ഭാഗം കട്ട് ചെയ്യണ്ട കേട്ടോ. പിന്നെ 1/2 ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതൊന്നും നമുക്ക് വേണ്ട കേട്ടോ. ഒക്കെ ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തതല്ലേ അതെ. ഇനി ആ 1.5 ഇഞ്ചിൻ്റെ ഭാഗം മടക്കി തയ്ക്കാനുള്ളതാണ്. ആ ഭാഗം നമ്മൾ പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. താഴെ ഭാഗത്ത് വേണമെങ്കിൽ ഒരു നോച്ചിട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് അടിക്കണ സമയത്ത് നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ലൈനിലൂടെ തന്നെ കട്ട് ചെയ്ത് പോവാം. ഇനി എന്ത് ചെയ്യാം, ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗത്തിൻ്റെ അവിടെ വെച്ചുകൊണ്ട് കട്ട് ചെയ്യാൻ കേട്ടോ. ഫ്രണ്ടിൽ 1.5 ഇഞ്ച് നമ്മൾ വിട്ടിട്ടില്ലേ, ആ ഒരു ഭാഗം മടക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള അളവാണ് വേണ്ടത് കേട്ടോ. കറക്റ്റായിട്ട് മുകളിൽ വെച്ചിട്ട് ഒരുപോലെ വരയ്ക്കുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യം ആം ഹോളിൻ്റെ അവിടെ മാത്രം ഒന്ന് വരച്ചിട്ട് ഒരു സ്ട്രൈറ്റ് ലൈനാണ് കൊടുക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ മനസ്സിലാകും. ഇവിടെയൊക്കെ ഷേപ്പിൻ്റെ അവിടെയും ചെസ്റ്റിൻ്റെയും അവിടെയൊക്കെ ഒരേ അളവ് തന്നെയാണ്. ഇതേപോലെ മുകൾ ഭാഗം വെച്ചിട്ട് താഴെ ഭാഗത്തും ഒക്കെ ഒരേപോലെ തന്നെ വരച്ചു കൊടുക്കുക. പിന്നെ ബാക്ക് ഭാഗത്തിൽ നമുക്ക് യോക്ക് പീസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു അളവ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പാകമായിട്ടിരിക്കും.
ഇനി സെൻറ്റർ ഭാഗത്ത് ഒരു നോച്ചും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് അടിക്കണ സമയത്ത് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ആ യോക്ക് ഭാഗമാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3.5 ഇഞ്ചാണ് എടുക്കണത് കേട്ടോ. പിന്നെ ഷോൾഡർ നമ്മൾ 6.5 ഇഞ്ചാണ് എടുത്തത്. അതേ 6.5 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതിന് പിന്നെ ആ ഭാഗത്തോട്ട് 6.5 ഇഞ്ച്, അപ്പോൾ മറ്റോടത്ത് 6.4 ആയിട്ട് വരും താഴെ ഭാഗത്ത്. പിന്നെ നെക്കാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇപ്പോൾ നെക്കിന് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ 2 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കൊടുത്ത്. അപ്പോൾ അതേമാതിരി തന്നെ ബാക്കിലും 2 ഇഞ്ച് എടുക്കുക. പിന്നെ 1 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുക്കുക കേട്ടോ. ഇതൊക്കെ യോക്കിലാണ് ചെയ്യുന്നത്, മറ്റേ പീസിലല്ല കേട്ടോ, യോക്കിലാണ് ചെയ്യണത്. ഇതേപോലത്തെ 2 പീസ് നമുക്ക് മാണം കേട്ടോ. ഇനി നമ്മൾ അതിലോട്ട് ഒരു ഷേപ്പ് ചെയ്തിട്ട് വരക്കുക. അത് വരച്ചിട്ടേ അങ്ങോട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇപ്പോൾ കട്ട് ചെയ്ത പീസ് ഒരു പീസിൻ്റെ മേലെ വെച്ചിട്ട് അതേ അളവിൽ തന്നെ പിന്നെയും വെട്ടിട്ടോ. അങ്ങനത്തെ 2 പീസാണ് നമുക്ക് വേണ്ടിയത്. ഇനി നമ്മളത് ഇത് ജോയിൻ ചെയ്യണ രീതിയും കൂടെ ഒന്ന് നോക്കിക്കോളി. പിന്നെ അതിന് മുന്നേ നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ നമുക്ക് 7-7.5 ഇഞ്ചൊക്കെയാണ് വേണ്ടിയത് കേട്ടോ. പിന്നെ സ്ലീവ് ഇതിന് മുന്നേ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പ്രാവശ്യം കാട്ടിയിരിക്കണം. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് തവണ അങ്ങനെ കാട്ടണില്ല. അത് ഇങ്ങനെ ഓടിച്ച് വിട്ടിട്ട് ഒന്നും കണ്ടോളി. പിന്നെ 2 ഇഞ്ച് കുഴിച്ച് കാണ്ടാണ് കട്ട് ചെയ്യണത്, ചെറിയ കുട്ടിയല്ലേ. നമുക്ക് വേഗം തന്നെ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കട്ടോ. അപ്പോൾ നമ്മൾ ഇടതുവശത്തെ ഈ പടി ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഫസ്റ്റ് തയ്ക്കണത് കേട്ടോ. അത് ഇടതുവശത്താണ് നമ്മൾ ആ ഹുക്ക് ഭാഗം വരുന്നത്. ബട്ടൺ ഹോൾ കേട്ടോ, ഹുക്കല്ല ഹോള് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വീതിയിലാണ് ഇതിങ്ങനെ മടക്കിക്കാണ്ട് തയ്ച്ചു കൊടുക്കുന്നത്. ആ 1.5 ഇഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഇത് അടങ്ങണം കേട്ടോ. അതിൽ കൂടുതലും ആവരുത്, കുറയിലും ആവരുത്. അങ്ങനെ ആയാൽ നമ്മൾ അളവൊക്കെ തെറ്റിപ്പോകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്നെങ്കിൽ ഒന്ന് വരച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഒരു ഇതിട്ടെടുത്തിട്ട് ഒരു ടെക്കിട്ടെടുത്തിട്ട് നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എങ്ങനെ ആയാലും വേണ്ടില്ല, പക്ഷെ നിങ്ങൾ അടയാളം മാറിപ്പോവരുത്. ഇടത് സൈഡത്ത് നമ്മൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വലത് സൈഡത്ത് നമ്മൾ അടിച്ചു കൊടുക്കുക. അവിടെ നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് വീതി കുറച്ചിട്ട് ചെയ്യുക. അത് വലത് വശത്തിട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇനി നെക്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുക. ഒപ്പൊക്കെ ഒന്ന് വെച്ച് നോക്കിക്കാണ്ടി കേട്ടോ, പാകല്ലേ എന്നൊക്കെ. ഇനി നമുക്ക് ബാക്ക് ഭാഗത്ത് യോക്ക് പീസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ യോക്ക് പീസിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തണം. അതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ 3 ഭാഗവും നമ്മൾ ഒപ്പം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. അതായത് യോക്ക് പീസ് താഴെയും മുകളിലും വരുന്ന രീതിക്ക് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. താഴെ ഒരു പീസ്, മുകളിൽ പിന്നെ ബാക്ക് പീസ്, പിന്നെ അതിൻ്റെ മുകളിൽ യോക്ക് പീസ്, അങ്ങനെ ആക്കിയാണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു പിന്ന് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു പോകൂല. ഇനി അത് മറച്ച് വെച്ചിക്കാണ്ട് അതിൻ്റെ കിനാരയിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോവട്ടോ. അപ്പോൾ അതിങ്ങനെ ഈ കര ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ഇതിനോട് കൂടെ ഒപ്പം ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് പീസും ഇത് ജോയിൻ ചെയ്യേണ്ട കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുരിദാറിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്ത് കണ്ട് നമ്മൾ ചെയ്യാറില്ലേ, ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യാറില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. അതിലിപ്പോൾ 3 പീസ് വരുന്നുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ല ഭാഗം വെച്ച് കൊടുത്തിട്ട് ഈ ബാക്കത്തെ യോക്ക് പാർട്ട് അതായത് ഫസ്റ്റും സെക്കൻഡും ഫ്രണ്ട് ഭാഗവും സെൻറ്ററത്തെ ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് ബാക്ക് ഭാഗത്തത് ഇങ്ങനെ മറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ. ഇങ്ങനെ 2 ഭാഗവും അടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളത് മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ നമ്മളിപ്പം യോക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്തില്ല അതിൻ്റെ അതേപോലെ തന്നെ മേലെ ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കയ്യിന് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. താഴെ ഒരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പിങ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് കൊടുക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയണത് കേസാണല്ലോ. അപ്പോൾ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ചിൻ്റെ ഒരു സ്ട്രാപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ ഇവിടെ നിന്ന് ബാക്ക് ഭാഗത്ത്, അതായത് ആ ചീത്ത വശത്ത് 1/2 ഇഞ്ച് ഭാഗത്തിൽ അടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് 2 മടക്കായിട്ടിട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ പ്രസ് അടി കൊടുക്കുകയാണ്.
ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പിടിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിത് ആൺകുട്ടികളുടെ ഷർട്ട് കണ്ടിട്ടില്ലേ, മുന്നിക്ക് ഇങ്ങോട്ടൊരു അടി വരുമല്ലോ. അല്ലാതെ നമ്മളെ പെണ്ണുങ്ങളെ മാതിരി തയ്യൽ തുമ്പിട്ടിട്ട് അങ്ങനെയല്ലല്ലോ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ പൊട്ട ഭാഗത്തേക്ക് 1/2 ഇഞ്ച് സ്ലീവ് പൊക്കി പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ബോഡി പാർട്ടല്ല, സ്ലീവിൻ്റെ ഭാഗം സെൻറ്റർ ഭാഗത്ത് നിന്ന് അടിച്ചിട്ട് തുടങ്ങിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകൂല, സെൻറ്റർ ഭാഗം ആകുമ്പോൾ കേട്ടോ. എന്നിട്ട് ഇതേപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോവുക. 2 ഭാഗവും 2 സ്ലീവ് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് പോവുക. ഞാനതൊന്ന് സ്ലോ ആക്കി കാണിച്ചു തരാം, അപ്പോൾ ഒന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാരണം നമുക്ക് കൈ കിട്ടണത് കേട്ടോ അടിച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇനി അത് മറിച്ച് വെച്ചുകാണ്ട് നല്ല ഭാഗത്തിൽ വെച്ചുകാണ്ട് ഇങ്ങനെ മടക്കിക്കാണ്ട് ഈ ഒരു ഭാഗം കണ്ടോ. എന്നിട്ട് ഇനി ബോഡി പാർട്ടുമൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ അടിച്ചേക്കാറ് കേട്ടോ. അത് നല്ല ഭാഗത്ത് വെച്ചുകൊണ്ട് അടിച്ചാൽ എന്തേക്കാരം നല്ല കറക്റ്റായിട്ട് നിൽക്കും. ചീത്തവശത്തെ നമ്മൾ അടിച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ പിന്നെ നല്ല ഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റക്കുറച്ചിലൊക്കെ ആയിട്ടേക്കാരം നിൽക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ആണുങ്ങളെ ഷർട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ സൈഡ് ഭാഗം നമ്മുടെ നല്ല ഭാഗത്തേക്കാണ് മടക്കി വയ്ക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല ഭാഗത്താണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഫ്രണ്ട് ഭാഗത്തിൽ 1/2 ഇഞ്ച് ബാക്ക് ഭാഗത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതേപോലെ മറിച്ചിട്ടിട്ട് നല്ല ഭാഗത്ത് വെച്ച് കണ്ട് തന്നെ ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ബാക്ക് പീസുമൊക്കെ ഈ കരപ്പ് ജോയിൻ്റായിട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇനി കോളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കോളർ 12 ഇഞ്ചാണ്. അപ്പോൾ 12 ഇഞ്ചിൽ 6 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഇത് അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് കോളറൊക്കെ ഇതിന് മുന്നേ കുറേ പ്രാവശ്യം കാട്ടിക്കുന്നു കേട്ടോ. എന്നാലും ഒരിട്ടം കൂടി കാട്ടിത്തരാം. പിന്നെ അത് ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. മുകളിലത്തെ കോളർ 1.25 ഇഞ്ചാണ്. 1/2 ഇഞ്ച് പുറത്തോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ ചെയ്യണത്. പിന്നെ കോളറിൻ്റെ വീഡിയോ ഒക്കെ കുറേ പ്രാവശ്യം ഇട്ടേക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചു വിടേണ്ടത്. അപ്പോൾ ഈ കാണുന്നവർക്ക് ഇങ്ങനെ ലാഗാക്കണ്ടായിരുന്നിട്ടേ. അപ്പോൾ കോളർ അടിക്കണത് ഇത്രയേ ഉള്ളൂ. അറിയാവുന്നവർ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ കോളർ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബട്ടൺസും ബട്ടൺ ഹോളും ആണ് ചെയ്യേണ്ടത്. അത് ഈ മെഷീൻ മേലല്ല, മറ്റേ ഫാഷൻ മേക്കർ എന്നുള്ള മെഷീൻ മേലാണ്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ ഓക്കെ, ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു. ബൈ.